ഞങ്ങള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് നേരെ താഴത്തായിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല ആവശ്യമുണ്ടോ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം പേഷ്യൻസ് ഉണ്ടെന്ന് അവിടെ ഈ ബേക്കറിയില് ഐസ്ക്രീമിന്റെ പെട്ടി എല്ലാ പലതരം ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുള്ള ഒരു പെട്ടി ഉണ്ടല്ലോ. രാവിലത്തെ കളി അതാണ്. ഞങ്ങളെല്ലാരും കൂടി അതിലിങ്ങനെ നോക്കിയിരിക്കും. നോക്കിയിരിക്കണേ വഴി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പൂണ്ട് കളയാണ്. അത് പൂണ്ട് കളയാണ്. ഓൾറെഡി എനിക്ക് പാടുമ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇത്തിരി പേടിയാണ്. ഞാൻ പഴയ പാട്ടുകളൊക്കെ കൂടുതൽ കേൾക്കാം. എല്ലാവർക്കും വന്നു പോയതാ. എല്ലാവർക്കും ഒരാൾക്ക് വന്നു, പിന്നെ എനിക്ക് വന്നു, പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തു ഷെയർ ചെയ്തു. അവിടെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് വന്ന് കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുട്ടനാടൻ കായലിലെ കെട്ടു വെള്ളം തുഴയുമ്പോ പാടുന്ന സമയത്ത് ഒന്നോ രണ്ടോ വലിയ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദയ. നമസ്കാരം. ഇന്നത്തെ ഗസ്റ്റ് 2 കൊച്ചു മിടുക്കന്മാരാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 വിജയികളായ ശ്രീനന്ദ് വിനോദും ശ്രീഹരി പാലക്കാടുമാണ് നമുക്കൊന്ന് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. അവിടെ പുതിയ വിശേഷങ്ങൾ ചോദിച്ചറിയാം ടോപ്പ് ഫ്രെയിമിലൂടെ. എന്താണ് പുതിയ വിശേഷങ്ങൾ? നന്നായിട്ട് തോന്നുന്നു, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഇപ്പം മോൻ 12th അല്ലേ? ഞാൻ 12th ഞാൻ +1. എങ്ങനെ പോണു? ഈ ബാലൻസ് ചെയ്ത് എങ്ങനെ പോണു പാട്ടും പഠിത്തമൊക്കെ? അത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ നല്ല സപ്പോർട്ടാണ്. നമുക്ക് പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് രണ്ടും കൂടി നല്ല മാനേജ് ചെയ്തിട്ട് ഇപ്പൊ പോകാൻ സാധിക്കുന്നുണ്ട്. മോനിപ്പോ 11th ആണ്. നീ ബോർഡ് എക്സാം ആയിട്ടില്ല. അവിടെയാണ് ബോർഡ് എക്സാം. അതെങ്ങനെ പോണു? കുഴപ്പമില്ല. 11th ബോർഡ് എക്സാം ആണല്ലോ, സ്റ്റേറ്റ് സിലബസാ. അപ്പം 11th സ്കൂളുകാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ 12th നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ തന്നെ കുറച്ചും കൂടി പാട്ട് 2 കൂടി ബാലൻസ് ആക്കി കൊണ്ടുവന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ ബയോമാത്സ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അത് നല്ല ടഫ് അല്ലേ പഠിക്കാൻ? പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ? പ്രാക്ടീസ് ചെയ്യും, പഠിക്കും. അതനുസരിച്ച് ടൈം വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. ഓരോ ടൈം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ഇപ്പം +2 കഴിയാനായില്ലേ. അതെ. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ? 12th കഴിഞ്ഞ് ബയോമാക്സ് എടുത്തോണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഡോക്ടർ, മെഡിസിൻ, നീറ്റ് എഴുതി നോക്കണം എന്നാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നീറ്റ് എഴുതണോന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി സെക്കൻഡ് തോട്ട് വന്നതെന്ന് വെച്ചാൽ നീറ്റിന് ഇപ്പൊ എടുത്താൽ എനിക്ക് പാട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നൊരു എനിക്ക് ഡൗട്ട് വന്നത്. ഇപ്പൊ നീറ്റിന് നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കുറെ റിസർച്ച് ചെയ്തു. നീറ്റ് എങ്ങനെയാണ്, സബ്ജക്ട് എന്താണ്, ചില എങ്ങനെയാണ് മാർക്ക്, നീറ്റ് മൈനസ് മാർക്കൊക്കെ വരുമല്ലോ. അപ്പോൾ എനിക്ക് പേടിയായോ ഇനിയിപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പഠിക്കണം, അത്ര ബ്രില്യൻ്റ് ഒന്നുമല്ല. അപ്പോൾ എനിക്ക് പേടിയായി ഇനിയിപ്പോൾ മിസ്സായി പോകുന്നുള്ള. അതുകൊണ്ട് ഞാൻ ഇപ്പം ബയോളജിക്കലായിട്ട് തന്നെയുള്ള BSc ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്താലോ എന്ന് ആലോചിക്കാം. നീറ്റ് എഴുതി നോക്കും ഞാനൊന്ന്. അങ്ങനെ ഇപ്പൊ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് 3 വർഷം അല്ലേ? 3 വർഷമായി. 3 വർഷത്തിൽ കൂടുതലായി. എങ്ങനെയാ, എല്ലാരും മിസ് ചെയ്യുന്നുണ്ടോ? അത് എല്ലാരും കാണാറുണ്ടോ? ചിലവരൊക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമിന് സമയത്ത് കാണാറുണ്ട്. ചിലവര് മാത്രമായിട്ട് ഒത്തുകൂടും. മുഴുവനായിട്ടുള്ള ആൾക്കാരെ ഒന്നും ഒത്തുകൂടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഗ്രൂപ്പ് എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് നേരിട്ട് കണ്ട് അങ്ങനെ ഒരു എന്തായാലും ഒരു ഫാമിലി പോലെ ഞങ്ങൾ കഴിഞ്ഞിരുന്നവരാണ്. അപ്പോ ഏകദേശം ഒരു 5-6 വർഷത്തോളമായി ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട്. അപ്പോ എല്ലാവരും നല്ല രീതിക്ക് മിസ്സാവുന്നുണ്ട്. സീസൺ 2 വർഷത്തോളം ഉണ്ടായി. 2-2.5 വർഷത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭയങ്കര ബോണ്ടിങ്. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്ന സമയമായിരുന്നു, കൊറോണ കാലമായിരുന്നു. അപ്പോ അത് കാരണം എല്ലാവരും അവിടെ തന്നെ വീട്ടിലേക്ക് വരാറില്ല, സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരിക്കും അല്ലേ? കാരണം വീട്ടിലിരിക്കുന്ന ഒരു ബോറടിച്ചിരിക്കുക, സ്കൂളിൽ പോകാൻ പറ്റാണ്ട് ഓൺലൈനിൽ കണ്ട്. നിങ്ങളാണെങ്കിൽ എല്ലാരും കണ്ടിട്ട് അത് ഡിഫറെന്റ് ഫീൽ ആണ്. എനിക്ക് തോന്നുന്നു മോർ ദാൻ കോമ്പറ്റീഷൻ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരിക്കും എല്ലാവരും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് ഞങ്ങൾക്കാണ് നമ്മളെ പാരന്റ്സിനായിരുന്നു കോമ്പറ്റീഷൻ തീരെ ഇല്ലാഞ്ഞത്. എന്നുവെച്ചാല് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നുവെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സമയത്ത് ലാസ്റ്റ് റിസൾട്ട് ഒക്കെ പറയാനാവുമല്ലോ. അപ്പം
നമ്മുടെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ടെൻഷൻ അടിച്ച് നടക്കുന്നു. പക്ഷേ പാരൻസ് ഒക്കെ എന്താ ചെയ്യുന്നറിയോ, മറ്റേ നമ്മുടെ സാധനങ്ങൾ പൊതിയുന്ന സാധനം ഉണ്ടാവില്ലേ, ബബിൾ പേപ്പർ വെച്ചിട്ട് എല്ലാരും കൂടി അത് പൊട്ടിച്ചളിക്കുക. പറഞ്ഞ അവര് ചോദിച്ചു നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ല, അവര് ടെൻഷൻ അവര് പാടട്ടെ, പ്രൈസ് എന്തായാലും ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മോന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണോ? അതെ അതെ, എന്റെ ഫസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ്? എങ്ങനെയത് അപ്ലൈ ചെയ്തത്? അപ്പോ ഞാന് അത് എനിക്ക് ഇങ്ങനെ ആ കാര്യങ്ങളൊന്നും എനിക്ക് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടി വിയിൽ കണ്ട സമയത്ത് ഓഡീഷൻ ഉണ്ട്, പാലക്കാട് വെച്ചിട്ട് ഓഡീഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പങ്കെടുത്ത് നോക്കാം, ഒരു എന്റർടൈൻമെന്റ് അല്ലേ, അതായത് ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി പാട്ട് പാടി, അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നേരെ ഏതാണ്ടൊരു 3-4 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ, 3-4 സ്റ്റേറ്റ്സിലൊക്കെ അങ്ങനെ പങ്കെടുത്ത് ഏകദേശം AKI ഫൈനൽ ഓഡീഷനിൽ പോയി. അവിടെ ആ സ്റ്റേജിൽ ഒന്ന് പാടാൻ സാധിച്ചു, 2 പാട്ട് പാടി, അപ്പൊ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അതിൽ വലിയൊരു ഭാഗ്യം. അതുപോലെ ഫസ്റ്റ് ഓഡീഷനൊക്കെ ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടാവും അല്ലേ? ഏത് പാട്ടാ അത് അന്ന് പാടിയത്? സെലക്ട് ചെയ്ത പാട്ട് ഏതായിരുന്നു? ഞാനന്ന് പാടിയത് പ്രാണസഖി ആ പാട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പെർഫോമൻസ് സോങ് ആയിട്ട് പാടിയിട്ടുള്ളത് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ. ഇത് രണ്ടാണ് പാടിയത്. ടെൻഷൻ ഇല്ലാണ്ട് അടിച്ചു പൊളിച്ച് പാടി. അന്ന് ജഡ്ജസ് ആരായിരുന്നു? അന്ന് MG ശ്രീകുമാർ സാറ്, പിന്നെ മധുബാലകൃഷ്ണൻ സാറ്, ദീപക് ദേവ് സാറ്. അന്നത്തെ ഓഡീഷൻ ജഡ്ജിങ് പാനൽ അല്ലേ? അതെ അതെ. മോന്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 8 ഇയേഴ്സിലാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോ. അന്ന് കുഞ്ഞായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു പേടിയൊന്നും ഇല്ലാണ്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട്. പക്ഷെ അന്ന് എനിക്കെന്താന്ന് അറിയില്ല, അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അന്ന് ചെറുതായിരുന്നെങ്കിലും എനിക്ക് അന്നേരം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ രണ്ടാമത് ഒരു സ്റ്റേജിൽ പോയി 10 വയസ്സായപ്പം ഒരു തമിഴ് റിയാലിറ്റി ഷോ. അപ്പോഴേക്കും കുറച്ച് പേടി കുറഞ്ഞു, എന്നാലും കുറച്ചുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് സൈനസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം പാടുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ 2 റിയാലിറ്റി ഷോയിൽ എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായി. പിന്നെ ഈ ഇതിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് പേടി കുറേ കുറഞ്ഞു, മൊത്തം കുറഞ്ഞു. എന്നുവെച്ചാല് അന്നേരമൊക്കെ എനിക്ക് സയൻസ് ഒക്കെ പോയി. പിന്നെ ഒന്നുകൂടി 3ാമത്തെ സ്റ്റേജ് ആയല്ലോ, അപ്പൊ ഒന്നും കൂടി നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴേക്കും. സാധാരണ ചെറിയ കുട്ടിയാകുമ്പോ പേടി ഇല്ലാണ്ട് ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് പോയിട്ടിരുന്ന് നേരെ തിരിച്ചാണ്. തമിഴ് അപ്പൊ എങ്ങനെ ഈ പാട്ട് തമിഴ് റിയാലിറ്റി ഷോ ഫുൾ തമിഴ് പാട്ടുകളാണോ? തമിഴ് സോങ്സ് മാത്രം. അപ്പൊ ഈ കോഴിക്കോടല്ലേ ശരിക്കും? ബോൺ ആൻഡ് ബോട്ടപ്പ് കോഴിക്കോടാണ്. അപ്പൊ തമിഴ് ഡിക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? തമിഴ് പാട്ട് കുറെ കേൾക്കുമായിരുന്നോ? അത്യാവശ്യം. അച്ഛനൊക്കെ തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛൻ പാടും. അപ്പം തമിഴ് പാട്ടൊക്കെ നന്നായിട്ട് അച്ഛൻ പാടും, അച്ഛൻ ഇങ്ങനെ കേൾപ്പിച്ചു തരും. അന്നേരം പിന്നെ അതിലേക്ക് വന്നപ്പോ എനിക്ക് പെട്ടെന്ന് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ തമിഴ് അറിയാത്തൊരു ലാംഗ്വേജ് അല്ലേ? അതെ അതെ. ഇവിടുത്തെ ഗ്രൂമിങ് വൈശാഖും ശ്യാം സാറ്, വൈശാഖ് സാറ്, സ്വാതി സാറ്, എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രൂമിങ് സെക്ഷനൊക്കെ? അവര് നന്നായിട്ട് പാട്ട് പഠിപ്പിക്കും. നമുക്ക് ആദ്യമായിട്ട് പാടുന്നൊരു അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നൊരു പാട്ട് നമുക്ക് എങ്ങനെ പാടണം എന്നറിയില്ല. അവരത് നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞു തന്ന്, എന്നാൽ എല്ലാ കളിക്കും കൂട്ടി നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. എല്ലാ ഗ്രൂമേഴ്സും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾക്ക് ഇടപെടുക. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കും, ഒരുമിച്ച് സംസാരിച്ചിരിക്കും എല്ലാവരും. അപ്പോൾ അതൊക്കെ നല്ലൊരു വൈബായിരുന്നു. അപ്പം നമുക്ക് അറിയാത്ത പാട്ടുകൾ നല്ല ക്ലിയർ ആയിട്ട്, അതായത് എല്ലാവരോടും നല്ല രീതിയിലാണ്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ചെറിയ കുട്ടികളടക്കം 5 വയസ്സ് 6 വയസ്സിലുള്ള കുട്ടികളടക്കം 16-17 വയസ്സിലുള്ള കുട്ടികൾ വരെയുള്ളവർ ഞങ്ങളുടെ സീസണിലുണ്ടായിരുന്നു. അപ്പൊ ഈ ചെറുത് മുതൽ വലുത് വരെയുള്ളവരെ കൈകാര്യം ചെയ്യാൻ അവർക്കറിയാം നല്ല രീതിക്ക്. അപ്പൊ എല്ലാരും ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. എല്ലാവരും ഗ്രൂമേഴ്സും എല്ലാവരും ഗ്രൂമിങ് ഒക്കെ അവിടെ തന്നെയായിരുന്നു. ഇപ്പൊ 3 വർഷമായി. അപ്പൊ ആ പാട്ടുകൾ ഇപ്പൊ കേൾക്കുമ്പോ എങ്ങനെയാണ് ഫീൽ? കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടായിരുന്നോ? ചില പാട്ടുകൾ മാത്രം ചിലപ്പോ തോന്നും. ചിലപ്പം പിന്നെ ചിലപ്പോ തോന്നാൻ ഭയങ്കര സങ്കടമായിരിക്കും. വെച്ചാല് ആ കാലം തീർന്നില്ലേ, നീ തിരിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ഇത് അങ്ങനെയൊക്കെയാ തോന്നാറ്. ഒരു പാട്ട് എത്ര നേരം പഠിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുമായിരുന്നു? അതൊരു 2-3 ദിവസം. 2 ദിവസം കൊണ്ട് ഒരു പാട്ട്. ആ പാട്ടിന്റെ ഫീല് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ സിനിമ കാണില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? പഴയ പാട്ടുകളുള്ള സമയത്ത് അത് നമുക്ക് അറിയില്ല എന്താ ഏത് സിറ്റുവേഷനിലാണ് വരുന്നത്. അല്ലെങ്കിൽ വീഡിയോ സോങ്സോ അല്ലെങ്കിൽ വീഡിയോ സോങ്സ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഒരു കാര്യം മനസ്സിലാവും.
അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏതാ? പഴയ പാട്ടാണോ അതോ ഇപ്പോഴത്തെ പുതിയ ന്യൂ ജൻ? ഞാൻ പഴയ പാട്ടുകളെ കൂടുതൽ കേൾക്കുക. ആണോ? ആരുടെ കമ്പോസിംഗ് ആണ് ഇഷ്ടം? ഞാൻ എനിക്ക് ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹരീഷ് ജയരാജ് സാറിൻ്റെ, പിന്നെ എസ് എ രാജ്കുമാർ സാറ്, ദേവ, പിന്നെ പിന്നെ വിദ്യാസാഗർ സാർ, അങ്ങനെ കുറെ പേരുണ്ട്. നമുക്ക് പാട്ടുകളോടാണ് ഇഷ്ടം. അതെ, അത് കേട്ട് കേട്ട് നമുക്ക് കുട്ടിക്കാലം മുതലേ ചില പാട്ടുകൾ കേട്ട് കേട്ട് ഇപ്പോഴും നമുക്ക് ആ പാട്ട് കാണാണ്ട് പാടാൻ പറ്റും. കേട്ട് 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 മോനെ ഏത് വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? ഞാനൊരു എന്താ പറയുക, ഒരു 7 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. ഞാൻ ജനിച്ചത് കണ്ണൂരാ, എൻ്റെ അമ്മയുടെ നാട്ടിലാണ്. അപ്പം അവിടെ തൊട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഈ റിയാലിറ്റി ഷോയിലൊക്കെ പോയി ബ്രേക്കായി, പിന്നെയും ബ്രേക്കായി. ഇപ്പൊ ഫസ്റ്റ് മുതൽ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ ബ്രേക്കായി ഭയങ്കര കർണാട്ടിക്കാണ്. കർണാട്ടിക്. ഞാൻ പഠിക്കുന്നത് പറവൂര് ഗോപൻ സാർ സ്വരത്രയുടെ അടുത്താണ് പഠിക്കുന്നത്. ഇവനും അവിടെ തന്നെയാണ് പഠിക്കുന്നത്. രണ്ടുപേരും എങ്ങനെ ഒരേ സാറിന്റെ അടുത്ത് വന്നത്? ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പം എൻ്റെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് മധുബാലകൃഷ്ണൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സാറിനെ അറിയാം, ഗോപൻ സാറുമായിട്ട് നല്ല അവരെന്താളും ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം മധു സാറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇനി പാട്ട് പഠിക്കാൻ ഇവിടെ ചേർക്കണ്ടേ. അപ്പം സാർ പറഞ്ഞു എനിക്ക് നല്ലൊരു സാറിനെ അറിയാം, ഗോപൻ എന്നാണ് പേര്. അപ്പം സാർ അന്നേരം തന്നെ വിളിച്ച് അന്നേരം തന്നെ ഗോപൻ സാറിനോട് പറഞ്ഞു. ഞാൻ സംസാരിച്ചു, അന്നേരമാണ് ഞാൻ ചേർന്നത്. അതിനുശേഷം ഈ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ അടുത്താണ് ഇവൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഗോപൻ സാറിനടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പം ഇവൻ ചോദിച്ചു ഗോപൻ സാറ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പം അവർ ചേർന്നു. മോനെ ഏത് വയസ്സ് മുതലാണ് പാട്ട് തുടങ്ങിയത് പഠിക്കാൻ? ഞാനൊരു ഏകദേശം 4 വയസ്സിന് മറ്റേ തുടങ്ങിയത്. കണ്ടുപിടിച്ച ആളാരാണ്? അമ്മയാണോ? അമ്മ അത്യാവശ്യം പാടും. അമ്മ സ്കൂളുകളിലും അതുപോലെ തന്നെ കലോത്സവങ്ങളിലൊക്കെ പാടും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഏട്ടനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്. ഏട്ടൻ്റെ പേര് ശ്രീറാം എന്നാണ്. ഇപ്പോൾ കലാമണ്ഡലത്തിൽ MA ചെയ്തുകൊണ്ടിരിക്കുക, കഥകളി സംഗീതം. അപ്പോൾ ഏട്ടൻ്റെ പാട്ട് കേട്ടിട്ടാണ് പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടനെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ആദ്യത്തെ മഞ്ചരി പറഞ്ഞൊരു ടീച്ചറാണ്. ഞങ്ങൾ അന്ന് നമ്മുടെ ആക്ടർ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അവിടെ ഇരുന്ന് ഞങ്ങൾ ആദ്യം പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ കൊണ്ട് അമ്മ പോകുന്ന സമയത്ത് കൂടെ ഞാനും പോകും. ഏട്ടൻ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ അവിടെ പോയിരിക്കും. സംഭവം ബുക്ക് തലതിരിച്ചിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. നമുക്ക് അന്ന് അപ്പൊ കേട്ട് പഠിച്ച് അങ്ങനെ ഞാൻ ഒരു 5, 6 വയസ്സിൽ ഞാൻ ഗുരുവായൂരിൽ ആദ്യമായിട്ട് പാടാണ്. ഏട്ടൻ്റെ കൂടെ ഏട്ടൻ അരങ്ങേറ്റം കഴിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് പാടി. അപ്പൊ ബുക്ക് തലയിരിച്ച് വെച്ചിട്ടാ പാടിയത്. പക്ഷെ പാട്ട് എല്ലാവരും എഴുതിക്കും. അപ്പൊ എല്ലാവരും നല്ല ആകാംക്ഷയോടെ ആയിരുന്നു എല്ലാവരും. ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കാതെ പഠിച്ചു, കേട്ട് പഠിച്ചു. അതാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഞാനൊരു ഏകദേശം 5 മുതൽ ഞാൻ നാദലയിൽ പഠിച്ചിട്ടുണ്ട്. കോങ്ങാട് ഒരു നാദലയ പറഞ്ഞൊരു മ്യൂസിക്കൽ അക്കാദമി ഉണ്ട്, അവിടെ പഠിച്ചു. പിന്നീട് ഞാൻ ചെമ്പൈ സംഗീത കോളേജിൽ, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ സിന്ധു പറഞ്ഞൊരു ടീച്ചറുണ്ട്. ടീച്ചറായിരുന്നു കുറച്ചു കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഗോപൻ സാറിൻ്റെ അടുത്താണ് ലേറ്റസ്റ്റ് പഠിക്കുന്നത്. ഓ, അടിപൊളി. അപ്പം എന്താ പറയുക, ഒരുപാട് ഗുരുക്കന്മാര് എല്ലാവരും അറിവ് കിട്ടി. ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഷോ കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ഭയങ്കര ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ അന്നേരം കോഴിക്കോടായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. 9ാം ക്ലാസ്സിലായിരുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ടൈറ്റിൽ വിന്നറായി. ഞാൻ GVHSS പയ്യോളി തന്നെയാണ് പഠിച്ചത്. ഭയങ്കര എന്ന് വെച്ചാൽ ആ സ്കൂളിൽ വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, ഇത് കഴിഞ്ഞിറങ്ങി വരുന്ന സമയത്ത് തന്നെ എനിക്ക് വലിയ മറ്റേ വരവേൽപ്പും മറ്റേ മാലയൊക്കെ ഇട്ട് സ്വീകരണവും ഒക്കെ തന്ന് വളരെ സന്തോഷമായി എല്ലാവർക്കും. പിന്നെ അവിടുത്തെ സ്ഥിരം കലോത്സവത്തിനൊക്കെ എപ്പോഴും എന്നെ ഇതാക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സമയം എല്ലാം കൂടിയിട്ടല്ലേ ബാലൻസ് ചെയ്ത് പോകാന്ന് ഭയങ്കര ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് 12th കൂടെ ആയതുകൊണ്ട്. അതെ. പിന്നെ ഞാൻ ഇപ്പൊ പഠിക്കുന്നത് GHSS കൊങ്ങോർപ്പള്ളിയിലാണ്. അവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇതേ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, കലോത്സവത്തിന് എല്ലാത്തിനും നമ്മളെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. സ്കൂളിന്റെ സപ്പോർട്ട് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂളിന്റെ ഫ്രണ്ട്സിന്റെ ഇപ്പൊ നോട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ നിങ്ങൾക്കൊക്കെ പറഞ്ഞു? ടീച്ചേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രണ്ട്സും ഉണ്ടാവും. മോന്റെ ഒരു സ്കൂളിലെ പോക്ക് എങ്ങനെയായിരുന്നത്? കാരണം ഫിനാലിൽ വരാന്ന് പറഞ്ഞാൽ തന്നെ വിന്നറാണ്, അത് പിന്നെ ഒന്നും പറയാനില്ല. അപ്പൊ എങ്ങനെയായിരുന്നത് പോയ സമയത്ത് സ്കൂളിലൊരു? അത് ഞാൻ കുട്ടിക്കാലം മുതലേ എൻ്റെ
വീടിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതും ഇപ്പൊ പഠിക്കുന്നതും. ഇപ്പം എന്റെ വീട്, അത് കഴിഞ്ഞ റോഡ്, അത് കഴിഞ്ഞ സ്കൂൾ, അങ്ങനെ അത്രയും അടുത്താണ്. അപ്പോൾ എന്നെ കുട്ടിക്കാലം മുതലേ അവിടുത്തെ ടീച്ചേഴ്സിനെ അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരോട് നല്ല പരിചയമുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് നല്ല സപ്പോർട്ടാണ് എല്ലാവരും. നല്ല രീതിക്ക് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ദൂരത്തുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യേണ്ട സമയത്ത് നമുക്ക് സ്കൂൾ കട്ട് ചെയ്യേണ്ടി പോകും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവര് എനിക്ക് നോട്ട്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് ഭയങ്കര രസമാണ്. ഇപ്പൊ ഞാൻ +1 പഠിക്കുന്നത് കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നേരെ എന്റെ ഓപ്പോസിറ്റ് ആണ്. അതെ. അപ്പോൾ അവിടുത്തെ ടീച്ചർമാരും എന്നെ നല്ല സപ്പോർട്ടാണ് ഇതുവരെ. ഇപ്പം സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങിയോ? എവിടേക്കാ, ഏതൊക്കെ നിങ്ങളുടെ മീൻസ് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ? പുറത്തെവിടെയും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? പുറത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഇതിന്റെ ഫ്ലവേഴ്സ് ചാനലിന്റെ തന്നെ ഒരു പ്രോഗ്രാം ആയിരുന്നു. കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഞാനും പിന്നെ 2-3 കുട്ടികളും കൂടി ഉണ്ടായിട്ട് എല്ലാവരും MG സാറ് അവരൊക്കെ കൂടിയുള്ള ഒരു അടിപൊളി പ്രോഗ്രാം ദുബായിലായിരുന്നു. ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ജഡ്ജസ് എങ്ങനെയായിരുന്നു? MG സാറ്, ബിന്നി ടീച്ചർ അല്ലേ? അവരിങ്ങനെ മാറി മാറി വരും. ബിന്നി മാം, അനുരാധ മാം ഉണ്ടായിരുന്നു, മധു സാറ്, ദീപക് സാറ്, ശ്രീനി സാറ് ഒക്കെ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഭയങ്കര അവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ എന്താ പറയാ ചെറിയ ചെറിയ പിന്നെ ഡീറ്റെയിൽസ്, പാട്ടിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന പാട്ടുകളും എന്താ പറയാ അവരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കൂടി ആകുമ്പോ പിന്നെ അവരെന്ത് പറയാനാ. ഞാൻ ചില പാട്ടുകളൊക്കെ കേട്ട് MG സാർ തന്നെ പറയാറുണ്ടായിരുന്നു, അയ്യോ ഇത് ഞാൻ പാടിനെക്കാട്ടും ഗംഭീരമായിട്ട് പാടി എന്നുള്ള സംഭവം. കൊണ്ടുവരുന്ന പാട്ടിനെ ഭയങ്കര വലിയ പാട്ടാണ്, പക്ഷെ ഭയങ്കര ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് പാടി പോവാണ്. അപ്പൊ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എങ്ങനെയാണ് അവിടെ? നമ്മൾ സ്വന്തമായിട്ട് നമ്മള് അവിടെ ഉണ്ടാവും, ബട്ട് നമ്മള് എടുക്കുന്നുണ്ട്. ചില പെർഫോമൻസ് എന്ന പാട്ടുകൾ ഉണ്ടാവുമ്പം അവിടുന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കുറിച്ച് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കോസ്റ്റ്യൂമിന്റെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ഈ പാട്ട് ഞാൻ ഇത് ഇടാം അങ്ങനെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാറുണ്ടോ? സ്പെഷ്യൽ ഡേയ്സിലൊക്കെ സോങ്സ് വരുന്ന സമയത്ത് ചിലപ്പോ ഡ്യൂയറ്റ്സ് ഒക്കെ പാടേണ്ടി വരും. ആ സമയത്ത് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും ഏതൊക്കെ ഡ്രസ് ഇടണം. അതെ, അത് രസമാണല്ലോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഷെയറിങ് ആൻഡ് കെയറിങ് പറഞ്ഞ പോലെ. അവിടെയുള്ള എല്ലാവരും അതെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഗേൾസ് ഞാൻ കുറെ പേരെ ചെയ്തപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ഭയങ്കര നല്ല, ഇപ്പൊ ഓർക്കുമ്പോ ഭയങ്കര ഒരു മെമ്മറി അല്ലേ കഴിഞ്ഞു പോയി. പ്രത്യേകിച്ച് 2 years എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഗ്യാപ്പാണ്. അപ്പൊ വീട്ടിൽ പോവാറില്ലേ? പോവാറുണ്ട്. ആദ്യം വന്നപ്പം നമ്മളോട് പറഞ്ഞത് 12 ദിവസത്തേക്ക് ഡ്രസ്സ് എടുത്തിട്ട് വരാനാ പറഞ്ഞത്, ഓഡീഷൻ അടക്കം. അന്നേരം ഞങ്ങള് പോയതിനു ശേഷം 12 ദിവസം കഴിഞ്ഞു. പിന്നെ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങളെ പുറത്തേക്ക് വിടാറില്ല, റൂമിൽ നിന്ന് പുറത്തേക്കേ വിടാറില്ല. ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ എത്തിക്കാറ് ചെയ്തത് അച്ഛനൊക്കെ. പിന്നെ ഒരു പാരന്റിനെ അലൗഡ് ആക്കി. അപ്പോ അച്ഛനിങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ എത്തിക്കാറാ മതി. ആ സമയത്ത് ഒരാൾക്കൊരു അസുഖം വന്നാൽ കഴിഞ്ഞു. അങ്ങനെ വന്നായിരുന്നു. എല്ലാവർക്കും വന്നു പോയതാ. ഒരാൾക്ക് വന്നു, പിന്നെ എനിക്ക് വന്നു, പിന്നെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. ആ സമയത്ത് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. 200ാമത്തെ എപ്പിസോഡോ അങ്ങനത്തെ എന്തായപ്പോഴാണ് എല്ലാവർക്കും കോവിഡ് ഭയങ്കരമായിട്ട് വന്നത്. പിന്നെ വിഷു കഴിഞ്ഞ സമയത്ത്, ഇയർലി വിഷു കഴിഞ്ഞ സമയത്തായിരുന്നു എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അപ്പൊ സൗണ്ടിനൊക്കെ ബാധിച്ചില്ലേ? സൗണ്ടിന് ശ്വാസത്തിന് ഭയങ്കരമായിട്ട് ബ്രീത്തിങ്ങിന്റെ ചില ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാറുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹൈ നോട്ട്സിലൊക്കെ പോകുമ്പോ. ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 2-3 പാട്ടെടുത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ചെറുതായിട്ട് കുഴപ്പമില്ല, റെഡിയായി. നമുക്കൊരു ഇത്ര നേരം സംസാരിച്ചു, നമുക്കൊരു ഡുവൈറ്റ് സോങ് തന്നെ കേൾക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡുവൈറ്റ് ആയിട്ടുള്ള പാടുന്ന ഒരു പാട്ട് നമുക്കൊരു തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര, തിര ചെറുതിര തിര മറുതിര, തിര കരയോട് തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി, തിരയോട് കരമെല്ലെ മലയുടെ കഥ ചൊല്ലി, അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി, അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടങ്കഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമ്മി പദം പറഞ്ഞിനി പറന്നുയരാ.
കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി, അന്തികൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം, വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃദൈ, അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതി മൃദൈ, കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി, അതികൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അടിപൊളി. നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയിരുന്നോ? ഇത് രണ്ടുപേരും സ്റ്റേജിൽ പാടിയിട്ടുള്ള പാട്ടാണെന്നു അല്ലേ? ഞങ്ങൾ ഡ്യൂറ്റ് പാടി. ഡുവറ്റ് അതിൽ പാടിയിട്ടുണ്ട്. ഈ സ്റ്റേജ് പാടുന്ന സമയത്തെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ പാടാൻ ഏത് പാട്ടാണ് രണ്ടുപേർക്കും? ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ മെലഡി ആണോ? എനിക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് പാടാൻ ഫാസ്റ്റ് നമ്പേഴ്സ് പാടുള്ള കുറച്ചുകൂടെ ഒരു ഓളത്തിലൊക്കെ കുറച്ചും കൂടി വൈബായിട്ട് പാടാൻ പറ്റും. ലൈവായിട്ട് പാടാം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ അല്ലെ അടിപൊളി പാട്ടാണ്. ഇപ്പൊ നിങ്ങൾ പാടുന്ന സ്റ്റേജ് പെർഫോമൻസിൽ എല്ലാ പാട്ടും ഉൾപ്പെടുത്താറുണ്ടല്ലേ? സ്റ്റേജ് മെലഡി ഒക്കെ എല്ലാം പാടും. എല്ലാം പാടും. ഈ ഇപ്പം ഈ ജഡ്ജസ് ഉണ്ടല്ലോ, ജഡ്ജസിന്റെ അടുത്ത് എന്തെങ്കിലും ടഫസ്റ്റ് കമന്റ് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ചില പാട്ടുകൾ പാടുന്ന സമയത്ത് ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. ഫസ്റ്റ് കുറച്ച് 2-3 പാട്ടാണ് എനിക്ക്. സായരമേ ശാന്തമാഗനി എന്ന് പറഞ്ഞൊരു പാട്ട്, അത് ലാസ്റ്റ് ഞാൻ പാടിയതാണ്. എനിക്കെന്ന് വെച്ചാൽ എനിക്ക് വനും ലാസ്റ്റ് ആയപ്പോഴേക്ക് സൗണ്ട് ചേഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഭയങ്കര പ്രശ്നമായി. എനിക്ക് ഇടക്കിടക്ക് സൗണ്ട് അടയാൻ തുടങ്ങി. പിന്നെ ഈ സാഗരമേക്കും എനിക്ക് നല്ല സൗണ്ട് അടപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് സൗണ്ട് അടപ്പിൽ ഉണ്ടത് കൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻസ് കുറവായിരുന്നു. സൗണ്ട് അടപ്പ് എന്നാ പറഞ്ഞു, ഞാൻ സൗണ്ട് ചേഞ്ചിങ് ടൈം ആയിരുന്നു വിചാരിച്ചു. ചേഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ചിലവർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ഹൈ റേഞ്ചിൽ പാടുന്നവർക്ക് ഇപ്പൊ സൗണ്ട് ചേഞ്ചിങ് കഴിക്കാം, ചിലപ്പോ വെള്ളി അടിക്കും, അല്ലെങ്കിൽ ചിലപ്പോ സൗണ്ട് അടയും. അങ്ങനെ ഒരു എനിക്ക് അന്നേരം ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് സൗണ്ട് അടയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയായിരുന്നു. ഓരോരാൾക്ക് ഓരോ രീതിയിലായി. എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിൽ എനിക്ക് ഓൾറെഡി കോൺഫിഡൻസ് പറഞ്ഞു. ഇതാണെങ്കിൽ ഭയങ്കര ടഫ് പാട്ടാണ്, മെലഡി ആണെങ്കിലും ഭയങ്കര ടഫ് പാട്ടാണ് പാടാൻ. അപ്പം അതിൽ ഞാൻ കുറച്ച് ബാക്കൗട്ടായി. എനിക്ക് ഇവർക്കാണ് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടും. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞ നന്നായിട്ട് പാടുന്ന പറഞ്ഞിട്ട് നോക്കും കുറച്ച് ബാക്കൗട്ടായി പോയി. ലിറിക്സ് തെറ്റിയിട്ടുള്ള മൊമെന്റ്സ് ഏതിലുണ്ടായിരുന്നു? അപ്പൊ എങ്ങനെയാ അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അല്ല, അവിടുത്തെ കുട്ടികളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സീസണില് കുറെ പേരുടെ വരി തെറ്റിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അപ്പോഴും പാട്ട് നിർത്തില്ല. പാട്ട് നിർത്തി കഴിഞ്ഞാലാണ് പ്രശ്നം വരിക. പാട്ട് ഞങ്ങൾ നിർത്തില്ല, ട്യൂണെങ്കിലും പാടിപ്പോവും. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിയിട്ടുണ്ട്. വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞങ്ങള് ചിലപ്പോ വായനക്കൊക്കെ ചെയ്യും. ചിലപ്പോ വായനൊക്കെ മാത്രമേ. കോമ്പറ്റീഷൻ അല്ലാത്ത സമയം ഉണ്ടാവുമല്ലോ, സ്പെഷ്യൽ ഡേയ്സിലൊക്കെ. അന്നേരമൊന്നും അങ്ങനെ പല വരിയൊക്കെ പാടിയിട്ടുണ്ട്. എനിക്ക് കോമ്പറ്റീഷനിൽ ഞാൻ മാറ്റി പാടിയിട്ടുണ്ട്. ചിലപ്പോൾ അറിയാനുള്ള പോലും അങ്ങനെ എഴുതിണ്ടാവില്ല. അതിന് അവരെന്നെ പാട്ട് ഏത് വരി. അല്ല, ആ സമയത്ത് കോൺഫിഡൻസോട് കൂടി തെറ്റിക്കാന്നുള്ളതാണ് അല്ലെ, നിൽക്കാണ്ട് പതറാണ്ട് നമ്മള്. പ്രത്യേകിച്ച് ഈ മൈക്ക് പിടിക്കുന്നതൊക്കെ അവര് പറഞ്ഞുതരും. ബ്രെത്ത് എടുക്കേണ്ടത്, ഓപ്പൺ ത്രോട്ടിൽ പാടേണ്ടത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാട്ട് പാടുമ്പോ പിന്നീട് വന്നത്? കാരണം ഒരു 3 yearsന്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട്, അല്ല 3 yearsന്റെ ആ ഒരു ഗ്യാപ്പില് ഇപ്പൊ പാടുമ്പോ എങ്ങനെയുണ്ട് പാട്ട്? നമ്മളെല്ലാരും നല്ല ഗ്രൂമിങ് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ പാടുന്നത്. നമ്മൾ ഓരോ ഈച്ച് കണ്ടസ്റ്റൻസ് ഭയങ്കര ഇമ്പ്രൂവ് ആയി. എന്ന് വെച്ചാല് ഞാനാണെങ്കിലും ഇവനാണെങ്കിലും എല്ലാരും എന്നുവെച്ചാല് ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു നമ്മളെ സീസണിൽ കുട്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഗ്രൂമേഴ്സ് ആയാലും ജഡ്ജസ് ആയാലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പാട്ടിന്റെ ഉള്ളിൽ ചകഞ്ഞ് കണ്ടുപിടിച്ച് നമ്മളെ റെഡിയാക്കും. നമ്മളെ പിന്നെ എനിക്ക് ആദ്യം ഞാൻ പാടുമ്പോൾ ചെറിയൊരു നേസൽ ടോൺ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇത്. അപ്പൊ അതൊക്കെ ദീപക് സാർ ആയിരുന്നു അതിന് മെയിൻ ആയിട്ട് എന്നോട് അത് കാണിച്ചിരുന്നത്. അത് മാറ്റണം മോനെ, അത് മാറ്റണം പറഞ്ഞ് 10 പാട്ടൊക്കെ കഴിയുമ്പോഴേക്കും എനിക്കത് റെഡിയായി. അപ്പൊ ഓരോരാൾക്ക് ഓരോ തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് അതിൽ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലുള്ള കുറെ പാട്ടുകൾ നമ്മള് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റി. അതിലൊരു ഭാഗ്യം കിട്ടി. അങ്ങനെയുള്ള പഴയ പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
അപ്പോൾ അങ്ങനത്തെ പാട്ടുകളൊക്കെ 2 വർഷം കൂടി ഉണ്ടായിരുന്നോണ്ട് ലാസ്റ്റ് ആക്കുമ്പോഴേക്കും പാട്ട് തീർന്നു പോയി. പാടി ഏകദേശം ഞങ്ങളവിടെ 300-400 ഏകദേശം പാട്ടുകൾ പാടി ഞങ്ങളവിടെ. സ്പെഷ്യലും കൂടി കൂട്ടിയിട്ട് കോമ്പറ്റീഷൻ അടക്കം നമ്മൾ 100ഓളം 150-150 പാട്ടുകൾ പാടി. അത് കൂടാതെ സ്പെഷ്യൽ ഡേയ്സിൽ ഉണ്ടാവുന്ന സോങ്സും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരു 300-ലധികം പാട്ടുകളും പാടി. അത്രയും പാട്ടുകൾ പഠിച്ചിട്ട് പാടുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും നല്ല രസമല്ല. അത് ഒരുപാട് പാട്ടുകൾ പഠിക്കാൻ പറ്റിയല്ലോ. ഇനി ഇപ്പൊ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാ ഇത് എനിക്ക് പാടായിരുന്നു തോന്നിയ പാട്ടുകൾ ഉണ്ടായിരുന്നോ? ഏതൊക്കെ പാട്ടാണത്? എനിക്ക് പറയുമ്പം ഒരു അന്തിവയിൽ പൊന്നുതിരുന്ന അത് പാടിയിട്ടില്ല അല്ലെ? അത് ഞാൻ പാടിയിട്ടില്ല. അത് ഞങ്ങള് കൊടുക്കും, 4 പാട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് തരാണല്ലോ. അപ്പൊ അതിൽ കൊടുക്കൊക്കെ ചെയ്യും, പക്ഷെ കൊടുത്തു കഴിയുമ്പോഴേക്കും അത് വേറെ കുട്ടി കേട്ടിട്ടുണ്ടാവും. അവര് സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാവുന്നു പാട്ട് നമ്മുടെ സൗണ്ട് വോയിസ് ഒക്കെ നോക്കി നമുക്ക് ചേരുവോ രീതിയിലാക്കിട്ട് നമുക്ക് പാട്ട് തരുന്നുള്ളൂ. മോനേതായിരുന്നു പാട്ട്? എനിക്ക് കുറെ പാട്ടുണ്ട്. എനിക്ക് അമ്മേ 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 ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് പാടണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാബൂളി വാലയിലെ പിറന്നൊരു മണ്ണും മായുകില്ല, പിന്നെ അങ്ങകലെ അറബിക്കടലിനക്കര, ആ പാട്ടുകളൊക്കെ കേട്ട് കേട്ട് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പൊ അത് പാടാന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു. പാടാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലത്. നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് പിടിച്ചാലോ? നമ്മള് പാടാൻ പറ്റാത്ത പാട്ട് രണ്ടുപേരും ഏതെങ്കിലും. കാറ്റിൻ ചെപ്പു കിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. കാറ്റിൻ ചെപ്പു കിലുങ്ങി ദലമർമരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ. പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധതീരം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ. അരികേവാ മധുചന്ദ്രബിംബമേ, അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ. ഈ പാട്ടിപ്പോ ഇവിടെ പാടാൻ പറ്റിയില്ല. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പാടാൻ വേണ്ടിട്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമുക്ക് മോന്റെ പാട്ട് കേൾക്കാം. ഞാൻ പാടാൻ കൊതിച്ചിരുന്നൊരു പാട്ട് നമ്മുടെ വാൽക്കണ്ണാടി ചിത്രത്തിലെ മധുബലകൃഷ്ണൻ സാറ് പാടിയിട്ടുള്ള അമ്മ അമ്മയ സോങ് ആയിരുന്നു. നമുക്ക് എല്ലാ അമ്മമാർക്കും വേണ്ടിട്ട് കേൾക്കാം. കാലിടറുമ്പോഴുമെന്നെ കാത്തരുളിടുമെന്നമ്മേ, മൂലോകം പോറ്റുന്നോളെ മുക്കാലം തീർക്കുന്നോളെ മുക്തിയും നീയല്ലേ, മുത്തോലക്കോലം കെട്ടിതിത്തൈതയ്യാടുന്നോളെ സത്യവും നീയല്ലേ. പടിയുണര് പടയമുണര് പടകമുടുടമരുകമുണരുണര് ചിടയുണര് കടകമുണര് ചടിരി തവ തുടിമിഴി മുടി ഉണര്. അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോയാടി തളര്. മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറി ചൊരിയേ. ചടുല നടനം ഒരു ചുടല നടുവിലിന് പടകമിടയുമാറ്, ഉടലും ഉയിരുമിനി കനലിലുരുകിയൊരു മധുര രുതിരമാട്. അടവിഞ്ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പൊൻതളയും ഉടലിൽ അട്ടുരണി നാസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും ഉഗ്ര നടനമാടും എന്നമ്മേ. അടിപൊളി അടിപൊളി. അവിടുത്തെ സങ്കടം ഇവിടെ സന്തോഷമായി തീർന്നു. ഈ പാട്ടുകളൊക്കെ പാടുമ്പോഴേ ഫാൻസ് അമ്മമാര് കുറെ ഫാൻസുകൾ ഉണ്ടാവുമല്ലോ പുറത്ത് അല്ലെ? എന്തൊക്കെയാണ് ഒരു ഫാൻ മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയാൻ മാത്രമുള്ള മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഓർത്ത് വെക്കേണ്ട മൊമെന്റ്? നമ്മള് എവിടെ പോയാലും, അതായത് നമുക്ക് കൂടുതൽ പ്രായമായ അമ്മമാരാണ് നിങ്ങളുടെ ഫാൻസ് ആയിട്ടുള്ളത്. അപ്പം
നമ്മുടെ ഇവിടെ അന്നേരം കഴിഞ്ഞ ഉടനെ നമ്മളിവിടെ പോയാലും അവർ ചിലവർ ഭയങ്കര ഇമോഷണൽ ആവും. അവരുടെ കുട്ടികളെ പോലെ തോന്നും, എൻ്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, അന്നേരം നമുക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മളെ. നിങ്ങളുടെ ആ പ്രോഗ്രാം സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഡെയിലി നിങ്ങളെ കാണുമല്ലേ, അവർക്കൊരു സന്തോഷം തരണത് നിങ്ങളുടെ പാട്ടുകളായിരിക്കും അല്ലേ? ഫാൻസ് മോനെ എങ്ങനെയാ അമ്മമാര് വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്? കൊറേ പേര് 2-3 പേരൊക്കെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഒക്കെ കുറെ തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് കുറെ നമുക്ക് അറിയാത്ത കുറെ ആൾക്കാരൊക്കെ നമുക്ക് ഡ്രസ്സും പിന്നെ സ്വീറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് തരും. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഇത്ര പേര് നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിയുന്നത് നമ്മൾ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഈ ഓരോ പ്രോഗ്രാമിന് പോകുന്ന സമയത്താണ്. അവിടെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് വന്ന് കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫുള്ള് എന്താ വാത്സല്യത്തോട് വാത്സല്യം. അപ്പൊ നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് അമ്മമാരുടെ സ്നേഹം കിട്ടാന്ന് നമുക്ക് തോന്നും അവരുടെ മക്കളെക്കാൾ കൂടുതൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ആ സ്നേഹം. അതെ. ആൽബം സോങ്സ് കുറെ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്ലേ ബാക്കിങ്ങിലേക്ക് മോൻ വന്നിട്ടുണ്ടോ? എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് സൗണ്ടിന് ചെറിയൊരു, അന്നേരം ഞാൻ പയ്യോളിയിലായിരുന്നു. അന്നേരം എനിക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. അന്നേരം ഗോപി സുന്ദർ സാറിന്റെ ഒരു പാട്ടായിരുന്നു. അപ്പോൾ പക്ഷേ സാറ് കോണ്ടാക്ട് ചെയ്തിട്ട് അയച്ചു കൊടുത്തപ്പം സാറ് പറഞ്ഞു, മോന്റെ സൗണ്ട് ഒന്നും കൂടി റെഡി ആവാണ്ട്, നമുക്ക് ഇനിയും ടൈം ഉണ്ട്, ഒന്നും കൂടി റൗണ്ട് ആയി ഞാൻ ആദ്യം ഇവിടെ ഷോയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ആദ്യത്തെ ഒരു സിനിമയിലെ പാട്ട് വന്നത്. അത് ഇന്ദ്രൻ സാറിന്റെ സ്റ്റേഷൻ 5 പറഞ്ഞുള്ളൂ. അതില് പ്രശാന്ത് കാനത്തൂർ സാറായിരുന്നു ഡയറക്ടർ. അപ്പോൾ സാറ് അങ്ങനെ ഫ്ലവേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ നേരെ ഞങ്ങളെ വിളിച്ച് ആദ്യമായിട്ട് ഞാൻ ആ ഒരു പാട്ട് പാടി. ആ പാട്ടെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ വേടൻ തന്നെ എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. അത് മൂവിയിൽ പാടിയിട്ടുള്ളത് ഞാനാണ്. നീർനിലങ്ങളിന്നടിമയാരുടമേറ ആ സോങ്ങല്ലേ, ആ സോങ് ഞാൻ ആ മൂവിക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അതില് നീർനിലങ്ങളിന്നടിമയാരുടമയാറ്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, കുതുകുമൂനി തലക താണുമിനിയും എത്ര നാള്. നീർനിലങ്ങളിന്നടിമയാരുടമയാറ്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. ഈ ഒരു പഞ്ചിലാണ് പാട്ട് പോകുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് സമയത്തുള്ള ഒരു സോങ് ആണ്. അപ്പോ അതിനുശേഷം ഞാൻ പാടിയിട്ടുള്ളത് നമ്മുടെ പെപ്പെ ആന്റണി വർഗീസ് സാറിന്റെ ആനപ്പറമ്പിൽ വേൾഡ് കപ്പ് പറഞ്ഞൊരു മൂവിയിലാണ് പാടിയിട്ടുള്ളത്. അതിൽ നിഖിൽ പ്രേം സാറായിരുന്നു ഇത് ഡയറക്ടർ പറയുന്നത്. പിന്നെ ജെയ്ക്സ് ബിജോയ് സാറായിരുന്നു മ്യൂസിക്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 2 പാട്ട് പാടാൻ സാധിച്ചു. ഒന്ന് ഞങ്ങൾ ടോപ്പ് സിംഗറിലെ ഒരു 2-3 കുട്ടികൾ കൂടി, ഞാനുണ്ടായിരുന്നു, പിന്നെ അക്ഷിത്ത് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ഋതുരാജ്, ശ്രീഹരി, ഞങ്ങളിങ്ങനെ ആയിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. പന്തുമായി ദൂരെ പറഞ്ഞൊരു സോങ് ആയിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ MG സാറിൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ പറ്റി. അത് എങ്ങാണെങ്ങാണ് പറഞ്ഞൊരു സോങ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതിൽ കുറേ ഹമ്മിങ് പോർഷൻസും അങ്ങനെയൊക്കെ കൂടിയിട്ട് അതിലൊരു ആ ഒരു അംഗമായിട്ട് മാറാൻ പറ്റി. ആ ഒരു സിനിമയിലൊരു അംഗമായിട്ട് മാറാൻ പറ്റി. അപ്പോൾ അതിലൊരു വലിയ ഭാഗ്യം ഉണ്ടായി. പിന്നെ ഞാനൊരു ടെലിഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു, പച്ചപ്പ് തേടി പറഞ്ഞൊരു സിനിമയായിരുന്നു. അത് കവിൽരാജ് സാറായിരുന്നു അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പാടിയിട്ടുള്ളത് ബിജു മേനോൻ സാറിന്റെ തുണ്ട് പറഞ്ഞ സിനിമയിലായിരുന്നു. അതിൽ ഗോപി സുന്ദർ സാറായിരുന്നു മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സമയമേ പറഞ്ഞൊരു സോങ് ആണ് ഞാൻ പാടിയിട്ടുണ്ട്. ഗോപി സുന്ദർ സാറിന്റെ കൂടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അത് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യല്ലേ, അത്രയും വലിയൊരു ലെജൻഡിന്റെ കൂടെ ഒരു പാട്ട് ഷെയർ ചെയ്യാ പറഞ്ഞ. ആദ്യം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു വലിയൊരു കലാകാരനുണ്ട്, പ്രണവ് ശശി എന്ന് പറയും. ആള് നല്ലൊരു പാട്ടുകാരനാണ്, നാടൻ പാട്ടും അതൊക്കെ പാടും, പിന്നെ സിനിമയിലും പാടി. അതെ അതെ. അപ്പോ ശശിങ്കിള് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഗോപി സുന്ദർ സാർ, അവർക്ക് നേരായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പർ കൊടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാർ നമ്പർ കൊടുത്തു. അങ്ങനെ സാറ് എന്നെ നേരിട്ട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടാണ്, ഇങ്ങനെ ഒരു സീനാണ് ഉദ്ദേശിക്കുന്നത്,
അവൻ്റെ പാട്ടൊക്കെ അയച്ചു ട്രാക്ക് അയച്ചു തന്ന് അങ്ങനെ പാടി. ഏകദേശം ഞാൻ ഇവിടെ വന്ന് പാടി ആ സമയത്ത് സാറെന്തോ ഹൈദരാബാദിലെന്തോ ആയിരുന്നു, എന്തൊരു കാര്യമായിട്ട് പോയതാണ്. അപ്പോൾ അന്ന് ഞാൻ പാടിയപ്പോൾ സാറ് പറഞ്ഞു സാറിന് കുറച്ചും കൂടി നന്നാക്കണം, അല്ലെങ്കിൽ സാറിൻ്റെതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിലിടണം പറഞ്ഞിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ സാറും ഞാനും കൂടി ഒരുമിച്ച് റെക്കോർഡ് ചെയ്ത് പാടുകയും ചെയ്തു. ഈ പാട്ടല്ലാണ്ട് എന്താ വേറെ ഹോബീസ് ഉള്ളത്? ഞാൻ കീബോർഡ് വായിക്കും, പിന്നെ തബല, മൃദംഗം, തകില്, ചെണ്ട. എൻ്റെ അച്ഛൻ തിരുവല്ലാമല മണികണ്ഠൻ പറഞ്ഞ ചെണ്ട വാദ്യകാരനാണ്. അപ്പോൾ അച്ഛൻ എന്നെയും ഏട്ടനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചെണ്ട അറിയാം. പിന്നെ അങ്ങനെ ഏകദേശം ഈ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും, ഏകദേശം എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഞാനും കീബോർഡ് മെയിനായിട്ട് വായിക്കും. പിന്നെ ഹോബീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നന്നായിട്ട് വരയ്ക്കും, ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാണ്ടൊക്കെ വരയ്ക്കും. പാട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഹോബി അത് ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു സംഭവമാണ്, കുത്തിയിരുന്ന് വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ വോയിസിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? വോയിസ് ഹൈജീൻ എന്നൊക്കെ പറഞ്ഞ പോലെ വോയിസിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കൊടുക്കാറുണ്ടോ? ആ സമയത്ത് പ്രാക്ടീസ് കൊടുക്കാറുണ്ടോ? തണുത്തൊന്നും കഴിക്കില്ല, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കില്ല. അങ്ങനെ തണുത്തത് മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം. ചിലവർക്ക് അങ്ങനെ പെട്ടെന്ന് തണുപ്പ് കിട്ടി കഴിഞ്ഞാൽ കോൾഡ് വരും. അവിടെ ഫ്ലോർ ഭയങ്കര എ സി അല്ലേ? അവിടെ എ സി. അത് പിന്നെ ആദ്യമൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ശീലമായി. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടായി തോന്നിയിട്ടുണ്ടോ? 2 വർഷം അതിന്റെ ഉള്ളിൽ എ സിയിൽ ഇരുന്നിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് അപ്പൊ തണുത്ത ആ സമയത്തെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ ഒന്നാമത് ഭയങ്കര ഭക്ഷണപ്രിയനായതുകൊണ്ട് ഈ സ്പൈസിയും ഒക്കെ കഴിക്കും. പിന്നെ തണുത്തതിന് മാത്രം കുറച്ച് അന്നേരം ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ അതൊക്കെ വിട്ട് കോമ്പറ്റീഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് എല്ലാം വിട്ട് എല്ലാം കഴിച്ചു തുടങ്ങി, തണുപ്പൊക്കെ കഴിച്ചു തുടങ്ങി. പക്ഷെ ഒരാൾക്ക് നല്ലതാണ്, കാരണം ബോഡിയിലെല്ലാം യൂസ്ഡ് ആവണല്ലോ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ തണുപ്പ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആക്കി. ആ സമയത്തൊക്കെ എല്ലാവരും നല്ല കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. കാണും നമ്മൾ ഈ പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോന്നും കാണുമ്പോൾ ഞങ്ങള് മൂന്നാളുടെ ഒരു ഫോട്ടോ ഉണ്ട്, മറ്റേ ഐസ്ക്രീമിന്റെ വെക്കുന്നതില്ലേ, അത് ഞങ്ങള് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന് നേരെ താഴത്തായിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. നല്ല ആവശ്യമുണ്ടോ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം പേഷ്യൻസ് ഉണ്ടെന്ന് അവിടെ ഈ ബേക്കറിയില് ഐസ്ക്രീമിന്റെ പെട്ടി എല്ലാ പലതരം ഐസ്ക്രീം ഒക്കെ വെച്ചിട്ടുള്ള ഒരു പെട്ടി ഉണ്ടല്ലോ. രാവിലത്തെ കളി അതാണ്. ഞങ്ങളെല്ലാരും കൂടി അതിലിങ്ങനെ നോക്കിയിരിക്കണേ വഴി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പൂണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അത് പിന്നെ ശീലായി. എല്ലാം കൊണ്ടും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ചില സ്ഥലത്ത് കൂടുതൽ തണുപ്പുണ്ടാവും. ബോഡിനെ നമുക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. എല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പൊ ഫുഡ് ഇഷ്ടമാന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ എന്ത് ഭക്ഷണം കിട്ടിയാലും കഴിക്കുക, അതാണ് അതിനായിട്ടുള്ളൊരു കാര്യം. ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ കോഴിക്കോടല്ലേ? കോഴിക്കോട് ഫേവറേറ്റ് ബിരിയാണി. കോഴിക്കോടൻ കാണും. അല്ല, അവര് കുറച്ച് സ്നാക്സിലും ഭയങ്കര കോഴിക്കോടിനെക്കാളും എനിക്ക് തലശ്ശേരി ബിരിയാണി ഇഷ്ടം. കാരണം ഞാൻ തലശ്ശേരി ജനിച്ചത്, അതുകൊണ്ട് അതൊക്കെ അധികം കഴിച്ചാൽ ഞാൻ വളർന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നതിന് പിന്നെ എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അതാണ് മിസ് ചെയ്തത് അവിടെ വന്നതിന് ശേഷം. മോന്റെ ഏതാണ്? പാലക്കാട്. നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കും. പാലക്കാട് പിന്നെ വേലകളാണ് ഏറ്റവും കൂടുതൽ. ഫുൾ ആഘോഷത്തിന്റെ നാടാണ്. അപ്പൊ ഇതും അടുത്തായിട്ട് ഇങ്ങനെ വേലകൾ ഇങ്ങനെ എല്ലാ വേലകൾക്കും പോകും. നെന്മാറ വേല ഏകദേശം. ഞാനൊരു ആനപ്രേമിയാണ്. ഞാൻ ഏത് ആന ഭയങ്കര ആനപ്രേമിയായിരുന്നു. ഞങ്ങള് ഏത് ആനനെ കാണിച്ചാലും അതിന്റെ പേര് പറഞ്ഞുതരും, അതിന്റെ എല്ലാ അത്ര. കുട്ടിക്കാലം മുതലേ ഞാൻ ആനകളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമുക്കിങ്ങനെ എനിക്ക് എല്ലാരും കാണുമ്പോ ഒരേ ഫേസ് ആവുന്നു ആനകളെ, പക്ഷെ അല്ല, അത് ആനപ്രേമികളുടെ ഒരു എന്താ പറയാ, അത് അവർക്ക് ഒരു കഴിവാണ്, പോയിന്റ് ആണ്. ഏതൊരു ആനന്റെ ഒന്നില്ലെങ്കിൽ മുമ്പോ അല്ലെങ്കിൽ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് ഇന്ന ആനയാണ്, അങ്ങനെ പറയാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു പാലക്കാട് ഒരു പൂരങ്ങളുടെ നാടാണ്. പാലക്കാട്, തൃശ്ശൂര്, ആ ഒരു ഏരിയ ഫുള്ള് കണ്ടിട്ട്. ഈ ഡ്രീം ആയിട്ടുള്ളൊരു മ്യൂസിക് കമ്പോസർ ഉണ്ടെങ്കിൽ ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള ഡ്രീം പോകുമ്പോ ആരാ ഇഷ്ടം?
എല്ലാവരും കുറെ പേരുണ്ട് സിംഗർ ആയതുകൊണ്ട് എല്ലാവരായിട്ടും എനിക്ക് പാടണം എനിക്ക് എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ ഒരു പാട്ട് പാടണമെന്നുണ്ട്. പാട്ടുന്ന ആഗ്രഹം ഉണ്ടല്ലേ? അത് നടക്കട്ടെ മോനോ. എനിക്ക് MG സാറിന്റെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഷെയർ ചെയ്യണമെന്നുണ്ട്. നല്ലൊരു ആഗ്രഹം. അതല്ലേ, ഇതുവരെ അങ്ങനെ പരിപാടി എടുത്തിട്ടില്ല, പാടിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പുറത്ത് പ്രോഗ്രാമുകളൊന്നും ഞങ്ങൾ അങ്ങനെ പാടിയിട്ടില്ല. പിന്നെ ഒട്ടുമിക്ക എല്ലാവരുടെയും എല്ലാ രാജ്യങ്ങളായിട്ട് കവർ ചെയ്യണം. സ്റ്റേജ് ഷോസിനൊക്കെ പോകാം. അതെ അതെ അതെ, അങ്ങനെ ഒരു. ഇപ്പൊ 12th കഴിഞ്ഞ എന്താണ് പ്ലാൻ? 12th കഴിഞ്ഞ എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പ്രൊഫഷണലായിട്ട് ഇത് തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അതിന്റെ കൂടെ നമുക്ക് എന്തായാലും ജോലി ആവശ്യമാണല്ലോ. അതെ അതെ. അപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്തിട്ട് അങ്ങനെ പോകണം. ഇൻസ്റ്റാഗ്രാമില് ഇന്റർനെറ്റിലൊക്കെ ആക്റ്റീവ് അല്ലേ? എല്ലാം ഫാൻസിനൊക്കെ കമന്റ്സ് കൊടുക്കാനൊക്കെ അതിനൊക്കെ ഒരുപാട് സമയം പോയില്ലേ? പിന്നെ ശരിക്കും നിങ്ങൾ പ്രാക്ടീസ് എപ്പോഴാണ് ചെയ്യണത്? ഇപ്പോ പഠിത്തം ആക്ച്വലി ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഫേസ്ബുക്ക് ഒക്കെ അമ്മയും അച്ഛനും നോക്കുന്നുണ്ട്. അവര് ഞാൻ റിപ്ലൈ ചെയ്യുന്ന പോലെ അവർക്ക് റിപ്ലൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവരധികം മാനേജ് ചെയ്യും. നമ്മൾ അറിയാറുണ്ട് എല്ലാ കാര്യങ്ങളും. അതെ, അവരെല്ലാം പറയും. അല്ല, അപ്പൊ ഇങ്ങനെ ഈ ഗേൾസിന്റെ ഒക്കെ ഫാൻസിന്റെ ഒക്കെ കമന്റ്സ് വരുമ്പോ അവർ റിപ്ലൈ കൊടുക്കുമോ? പിന്നെ ഫേസ്ബുക്കില് അധികം നേരത്തെ പറഞ്ഞ അവരെ തട്ടി മാറ്റി ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അല്ല, ഇൻസ്റ്റയിലാണ് അത് കൂടുതൽ കൊടുത്തില്ല, കാരണം അവിടെയുള്ള കൂടുതൽ വരാറ് ഫാൻസ്. മറ്റേത് പിന്നെ അമ്മമാരും ചേച്ചിമാരുള്ള കമന്റ്സിന് കൊടുത്താൽ മതിയല്ലോ. ബാക്കിയുള്ളവരിലൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യില്ല. നല്ല കാര്യം, നല്ല സൈക്കോളജിക്കൽ മൂവ്. നമുക്കൊരു റാപ്പിഡ് ഫയർ പോലത്തെ ഒരു സംഭവം ചോദിക്കാം. എന്താ പറയാ, ക്ലാസിക്കൽ സോങ് ആണോ ഫിലിം സോങ്സ് ആണോ കൂടുതൽ ഇഷ്ടം? ഓഫ് കോഴ്സ് രണ്ടുപേർക്ക് ഫിലിം സോങ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഹൈ പിച്ച് ഓർ മെലഡി? മെലഡി പാട്ട് പാടാനാണോ? മെലഡി പാട്ട്. അവിടെ ഡിഫറൻസ്. ഇവൻ മെലഡിക്കാരനാണ്, ഞാൻ അടിച്ചുപൊളിക്കാരനാണ്. ഹൈ പിച്ച് പറയുമ്പോ അമ്മേ എന്നുള്ള പാട്ടൊക്കെ, അങ്ങനെയുള്ള ഹൈ റേഞ്ച് പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോന് മെലഡി സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഓക്കെ, മലയാളം സോങ്സ് ഒരു തമിഴ് സോങ്സ് ആണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പാടണം അല്ലെങ്കിൽ ഇഷ്ടം? എനിക്ക് മലയാളമാണ്. പക്ഷെ കേൾക്കണതും രണ്ടും നന്നായിട്ട് കേൾക്കും. പ്രാക്ടീസ് എപ്പോഴാണ്? മോർണിംഗ് ആണോ നൈറ്റ് ആണോ? മോർണിംഗ്. ഏർലി മോർണിംഗ്. അതുകൊണ്ട് കഴിഞ്ഞ ഹോംവർക്ക് ചെയ്ത പോലെ പിന്നെ ടെൻഷൻ ഫ്രീ ആയി തീർന്നു. പിന്നെ എന്താ പറയാ, ഈ സ്ട്രിക്റ്റ് ജഡ്ജ് ഓർ ഫ്രണ്ട്ലി ജഡ്ജ് ആണോ ഇഷ്ടം? അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോങ്സ് ആയിരിക്കും അല്ലേ? അതെ. സോങ്സിനനുസരിച്ചിരിക്കും. അതായത് നമ്മളെ ചിലപ്പം തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ജഡ്ജ് ആവശ്യമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ അതെ. ഫേവറേറ്റ് രാഗം ഏതാണ്? എന്റേത് ചാരുകേശി. കാപ്പിയിലത്തെ ഒരു പാട്ട് പറഞ്ഞ ഒരു വൺ ലൈൻ. എന്നത്തവും ചെയ്തനേ യശോദ. നിർത്താൻ തോന്നില്ല. ചാരുകേശിയില് ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ട്, ഞാൻ കലോത്സവത്തിന് പാടിയത്. പഴമയേറും നാലുകെട്ടിൽ പതിഞ്ഞു കേൾക്കുമേതുസ്വനം. ഒരു സോങ് പ്രാക്ടീസ് ഇല്ലാണ്ട് പാടാൻ, അത് പാടുന്ന സമയത്ത് പ്രാക്ടീസേ വേണ്ട, അത് ഏത് പാട്ടായിരിക്കും? വേൽമുരുക. ഏത് ഗാനമേളയിൽ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിനും അതെ, അത് കറക്റ്റാണ്. അതില്ലാത്തൊരു ഇതില്ല, പ്രാക്ടീസും വേണ്ട, ഡയറക്റ്റ്. പ്രത്യേകിച്ച് അത് കേൾക്കുമ്പോ തന്നെ ആൾക്കാരും ഏകദേശം അത് ഒരു പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സമയത്തായിരിക്കും വരും. അപ്പൊ ഫുൾ അടിച്ചു നമുക്ക് വരിയും ടെൻഷൻ ഒന്നുമില്ല, അടിച്ചു വിളിച്ച് പാടാം. മോനും വേൽമുരുകൻ രണ്ടുപേർക്കും അതാണ്. എന്താ രസം. ഇഫ് നോട്ട് എ സിംഗർ എന്തായിരിക്കും നിങ്ങളുടെ പാട്ടല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവിടെ ഡോക്ടർ, പക്ഷെ ഇപ്പൊ ഡോക്ടർ പോയി. പാട്ടല്ലായിരുന്നെങ്കിൽ എന്തായാലും ഡോക്ടർ ആയിരുന്നു. പാട്ടില്ലായിരുന്നെങ്കിൽ പാട്ടാണ് ഒരു ചെറിയൊരു ഇവിടെ. എനിക്ക് ടീച്ചിങ് ആണ്, പിന്നെ ടീച്ചിങ് ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികളായിട്ട് നല്ല ഇടപെടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരെ വീട്ടില് കൂടുതൽ സ്ട്രിക്റ്റ്, അമ്മ അച്ഛനാണോ? പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് പറഞ്ഞിട്ട്. എന്റെ വീട്ടില് രണ്ടാളും. അമ്മ ചില സമയത്ത്, അച്ഛൻ ക്ലാസിക്കലാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറയാ. അമ്മ ഫിലിം സോങ്സ് കൂടുതൽ പുതിയ പാട്ട് അമ്മ പറയും, അത് പഠിക്കാൻ പറയും. രണ്ടാളും രണ്ട് തരത്തിലുള്ള സ്ട്രിക്റ്റ് ഉണ്ട്.
ഇവിടെ അവിടെ അമ്മ സപ്പോർട്ട് ചെയ്യും, അച്ഛൻ അങ്ങനെ എന്റെ കൂടെ നിൽക്കില്ല. അതായത് നമുക്കനുസരിച്ചുള്ള ഇതൊന്നും അങ്ങനെ ഇതില്ല. അതായത് സ്ട്രിക്റ്റ് ആണ്, സ്നേഹം ഉണ്ടാവും പക്ഷെ സ്ട്രിക്റ്റ് ആണ്. പറ്റില്ല, ഫുള്ള് സ്പീഡാണ് എല്ലാത്തിലും. എനിക്കും അതന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഏട്ടൻ കുറച്ച് പാവാ. ഏട്ടൻ അവിടെ വികൃതി അടിക്കാൻ ഞാനാണ്. വീട്ടിൽ ഏറ്റവും വികൃതി അടിക്കുക, ഏറ്റവും ആട്ട് കിട്ടുന്ന എനിക്കാ. എല്ലാരും കണ്ണിലുണ്ണിയാണ്. ശരിയാ. സോഷ്യൽ മീഡിയയിൽ റീൽസ് ആണോ അതോ ഓൾഡ് ക്ലാസിക് സോങ്സ് ആണോ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കാണാം? റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയാണോ അതോ ആ സമയം നല്ല റീൽസിൽ തന്നെ ചിലപ്പോൾ ക്ലാസിക് മ്യൂസിക്സ് ഉണ്ടാവും. അങ്ങനെയാണ്. ഒരു ഡ്രീം കൊളാബറേഷൻ ഉണ്ടെങ്കിൽ അത് ആരുടെ കൂടെ ആവണം എന്നാണ് ആഗ്രഹം? ഡ്രീം കൊളാബറേഷൻ അത് എനിക്ക് ശ്രേയ ഘോഷാൽ മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇനി എനിക്ക് അടുത്ത റിയാലിറ്റി ഷോ ചിലപ്പോൾ ഹിന്ദിയിലോട്ടേക്ക് എനിക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്കാണ് ശ്രേയ ഘോഷാൽ മാമിന്റെ സോങ്സ് ആണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് നല്ല വോയിസ് ആണ്, ഞാൻ അധികം കേൾക്കാറുണ്ട്. ഭയങ്കര എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ എനിക്ക് ഒരു കൊളാബ് ചെയ്യാനാണ് താല്പര്യം. എനിക്ക് അർജുൻ സിംഗിന് ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഫീലിംഗ് കിട്ടുന്ന പാട്ടുകളാണ്. ആളിപ്പം പോയല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് വരുന്നത് സോനു നിഗം സാറിനാണ്. സോനു നിഗം സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഈ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നല്ലൊരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ? ശ്രീഹരി എന്ന് പറയുന്നത് നമ്മുടെ ഇടയില് ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ ബോയ്സിന്റെ ഇടയില് ശ്രീഹരി എന്ന് വെച്ചാല് മെയിനായിട്ട് ഭയങ്കര ആക്റ്റീവാണ്. അതായത് ഞാനും എല്ലാം വെച്ചാൽ ഞങ്ങളെ ബോയ്സ് ഒരു 7 പേരുണ്ട്. അതില് ഞങ്ങൾ എല്ലാരും ആക്റ്റീവ് ആണെങ്കിലും ഇവനാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ്. ഫസ്റ്റ് വന്നിരുന്നപ്പോ ഒരു പാവം കുട്ടിയായിട്ടാ കണ്ടത് ഞാൻ. അല്ല എന്നിട്ട് അത് ഞങ്ങളോട് എല്ലാരും ചോദിച്ചാലും മനസ്സിലാവും. അത് ഞങ്ങളെ ഏത് കണ്ടസ്റ്റിനോട് ചോദിച്ചാലും മനസ്സിലാവും ശ്രീഹരി ആരാണ്. അപ്പൊ ഞങ്ങളെല്ലാരും ഇവൻ ഉണ്ടാകുമ്പോ നമ്മളെല്ലാരും എനർജി അത് ഭയങ്കര പ്ലസ് പോയിന്റ് അതാണ് പറയാൻ പറ്റി. പിന്നെന്താണ് പിന്നെ അധികവും അന്നേരമൊക്കെ ഇപ്പൊ കുറവാണ്. അന്നേരം അവൻ കുറച്ച് ചെറുതായിരുന്നല്ലോ. അന്നേരം ഭയങ്കര മണ്ടത്തരങ്ങളായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഞങ്ങളൊക്കെ കൂടിയിട്ട് പിന്നെ ആദ്യം കളിയാക്കി, പിന്നെ അവൻ നമ്മളെ റെഡിയാക്കി. പിന്നെ ഇപ്പൊ അവർ റെഡിയായി മെച്ചുവേർഡായി വന്നപ്പോ അവർ ഓക്കെ ആയി. പക്ഷെ അങ്ങനെ അത്രയും എനർജി ആകുമ്പോ അവൻ നാട്ടിലൊക്കെ പോകുന്നിടത്ത് നിങ്ങൾ നല്ലോണം മിസ്സും ചെയ്യും. അതെ അതെ അല്ലെ? അവനില്ലെങ്കിൽ അവിടെ ഭയങ്കര ഞാൻ പോയി. ഓ അത് ശരി. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല അല്ലെ? അവന്റെ കുസൃതത്തരങ്ങൾ കാണാണ്ട്, അവന്റെ മണ്ടത്തരങ്ങൾ കേൾക്കാണ്ട്. അത് ശരി. ഓക്കെ, നല്ല കുറെ ക്വാളിറ്റീസ് ആണ്. ഇനി പറഞ്ഞ നേരെ വിപരീത പഞ്ചഭാവം. അയ്യടാ, ഒരു അടിക്കും പിടിക്കും ഒന്നിനും നിൽക്കും. എന്തെങ്കിലും ചെറിയ കാര്യത്തിനല്ല, വലിയ കാര്യത്തിനല്ല മാത്രം അങ്ങനെ മിണ്ടുള്ളൂ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒതുങ്ങിക്കൂടും. അതൊക്കെ നമുക്കിപ്പോ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുക, അങ്ങനെ വെറുതെ ഇരിക്കുക, അത് മതി. പിന്നെ ഭക്ഷണപ്രിയൻ, മെയിൻ ആയിട്ടുള്ളത് ഭക്ഷണപ്രിയൻ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ചില സമയത്തൊക്കെ ഞങ്ങൾ തന്നെ അന്തം വിട്ടു പോകും. അതായത് അവിടുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് കഴിക്കും. ഭക്ഷണപ്രിയനാണ്. ഇപ്പൊ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ചോറാണെങ്കിൽ അത് കഴിക്കും, അപ്പുറത്ത് ചപ്പാത്തിയാണ് അത് കഴിക്കും. നമുക്കൊക്കെ പറ്റൂല. ബിരിയാണി കഴിച്ചാൽ ഞാൻ അന്നത്തെ ദിവസം എന്റെ ഫുള്ളായി. ഇവൻ നേരെ തിരിച്ചാണ്. അവിടെ ഉള്ളവരെക്കാളും അവിടെ ഉണ്ട് 2-3 പേരുണ്ട്, പക്ഷെ അതിൽ കൂടുതൽ ഇവനാണ് ഭക്ഷണപ്രിയൻ. അത് ശരി. ഇങ്ങനെ ഇപ്പൊ ഭയങ്കര പാവാതെ തന്നെ അതാണ് മെലഡി സോങ്സിനോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. പഴയ പാട്ടുകൾ ഒരുപാട് കേൾക്കുന്നു, പാടുന്നൊക്കെ പറഞ്ഞല്ലോ. ഇഷ്ടമുള്ളൊരു പഴയ പാട്ട് തന്നെ ആവാൻ അടുത്തത്. ഞാൻ ചെമ്പകത്തൈകൾ പൂത്താന്ന് പറഞ്ഞൊരു പാട്ട്. അല്ലിക്കൈ മൈലാഞ്ചി അല്ലിക്കൈ മൈലാഞ്ചി കൊണ്ടെൻ്റെ മേനിയിൽ അവൾ പടം വരച്ചില്ലല്ലോ. അല്ലിക്കൈ മൈലാഞ്ചി കൊണ്ടെൻ്റെ മേനിയിൽ അവൾ പടം വരച്ചില്ലല്ലോ. മാണിക്യമണിമുത്തു കവിളെൻ്റെ കവിളിലെ മങ്ങലിൽ തിളങ്ങിയില്ലല്ലോ. മങ്ങലിൽ തിളങ്ങിയില്ലല്ലോ.
ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പകത്തൈകൾ പൂത്തമാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. ഇനി നമുക്ക് മോനിലോട്ട് വരാം. ഞാൻ എന്നൊരു ബാബുരാജ് മാഷിന്റെ പാട്ട് പാടാം. MS ബാബുരാജ് ഫാനാണോ? സാറിന്റെ പാട്ട് ഞാൻ കുറെ പാടിയിട്ടുണ്ട്. അതില് ഇപ്പൊ ഓർമ്മയുള്ളൊരു, അതായത് ഇഷ്ടമുള്ളൊരു പാട്ട്, എല്ലാവരെയും പ്രിയപ്പെട്ട പാട്ടുള്ളൊരു പാട്ടാണ് ഈ പാട്ട്. പാടിത്തരാം. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമേ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂടാൻ. അടിപൊളി. ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം കേൾക്കാറില്ലേ? ഇപ്പോഴത്തെ പാട്ടുകളും കേൾക്കാം. എല്ലാ പാട്ടുകളും ഇപ്പോഴും കുറെ മെലഡി ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. തുടരുന്നുള്ള സിനിമയിലൊക്കെ നല്ല നല്ല പാട്ടുകൾ. പക്ഷെ എന്നാലും പറഞ്ഞ പോലെ വേൽമുരുകയൊക്കെ ആയിരിക്കും സ്റ്റേജ് പെർഫോമൻസ് എടുക്കുക. ബാൻഡ് തുടങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ? എങ്ങനെയാണ് ഇത്? ഞങ്ങള് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നതാണ്. അതായത് ടോപ്പ് സിംഗറിലെ ഏകദേശം കുറച്ച് സിംഗേഴ്സിനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ബാൻഡ് തുടങ്ങാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഓരോരുത്തർ ഈ 14 ജില്ലകളിലും ഓരോ സ്പ്രെഡായി കിടക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും മാനേജ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പ്ലാൻ ഉണ്ട്, ആഗ്രഹം നടക്കും. എഡ്യൂക്കേഷനും കുറെ പേരൊക്കെ കോളേജിൽ പഠിക്കുന്നവരാണ്. അപ്പൊ അവര് ചിലവര് ഹോസ്റ്റലിൽ നിൽക്കണ്ട്, ചിലവർക്ക് പഠിപ്പിന്റേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോ അതിന്റെ ചില പ്രശ്നങ്ങൾ മൂലമാണ് ഇത് ചിലത് വൈകണത്. ഇത് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞ ഉടനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നതാ. പിന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വലിയൊരു ബാൻഡായിട്ടൊരു വരവുണ്ട്. നമുക്കിനി ഫാമിലിനെ കുറിച്ച് സംസാരിക്കാം. അച്ഛൻ, അമ്മ, വീട്ടിലിറക്കണ്ട? മോന്റെ വീട്ടിലിറക്കണം? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, എന്റെ അമ്മമ്മയുണ്ട്. അനിയൻ പാട്ട് പാടും, ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്. അല്ലെ, പാട്ട് കേൾക്കും, പാടും. ആസ്വദിക്കും. പക്ഷെ അവന് ക്ഷമയില്ല, അതാ പ്രശ്നം. പാട്ട് പഠിക്കാന്, അതായത് അങ്ങനെ ഒരു ക്ഷമ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും അവന് ക്ഷമയില്ല. അതിപ്പോ പാട്ടാണെങ്കിൽ ഭയങ്കര ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീനിധി എന്നാണ് പേര്. പാട്ട് അവന് ഇഷ്ടമാണ്. അവന് ഈ പുതിയ പാട്ട്, ഈ വേടൻ പിന്നെ ഡാബ്സി, ഇങ്ങനത്തെ റാപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പാടാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ മെലഡി സോങ്സ് കൂടി കേൾക്കാനും പാടാനുള്ള ബുദ്ധിമുട്ട്. അച്ഛന്റെ പേര് വിനോദ്. അച്ഛന്റെ നാട് പയ്യോളിയാണ്. അമ്മന്റെ പേര് ഷിംന. അച്ഛൻ പാട്ടുകാരനാണ്. അബുദാബിയില് ഇത് സിംഗർ ആയിരുന്നു. ഓ ശരി. പിന്നെ
പിന്നെ നാട്ടില് ട്രൂപ്പൊക്കെ ഉണ്ട്. ഗാനമേള നന്നായി പാടും. ആംഗ്ലോ ഹിന്ദി പാട്ടൊക്കെ നന്നായിട്ട് പാടും. ആണല്ലേ? അമ്മൂമ്മ പാടുവോ? അമ്മൂമ്മ അത്യാവശ്യം അവര് അവരെ പഴയ ആൾക്കാരായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ. ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ അമ്മൂമ്മക്ക് സന്തോഷമായിക്കോളും. അതെ. ഈ മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടില് അമ്മ, അച്ഛൻ, നമ്മുടെ പേര് ശോഭന, അച്ഛൻ മണികണ്ഠൻ, പിന്നെ ഏട്ടനുണ്ട്, ഏട്ടനും പറഞ്ഞല്ലോ. പിന്നെ അമ്മമ്മ പാർവതി എന്നാണ് അമ്മമ്മയുടെ പേര്. ഞങ്ങൾ ഈ 5 പേരായിട്ടാണ്. അച്ഛൻ ചെണ്ടയ്ക്കായിട്ട് ചെന്നൈയിലായിരുന്നു അല്ലേ? അച്ഛൻ ചെന്നൈയിലുണ്ട്. പിന്നെ അങ്ങനെ കുറെ സ്ഥലത്ത് അങ്ങനെ പരിപാടിക്ക് പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ട്. പിന്നെ ചെന്നൈയില് കുറെ സ്കൂളുകളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ചെന്നൈയിൽ പഠിപ്പിക്കുന്നുണ്ട്. ചെണ്ട തന്നെ. ചെണ്ട അങ്ങനെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ചെന്നൈയായിട്ടൊരു ബന്ധമുണ്ട്. ചെന്നൈയായിട്ടൊരു ബന്ധമുണ്ട്. ഓക്കെ. അപ്പൊ രണ്ടുപേരുടെയും കലാ കുടുംബമാണ്. പാട്ടിന്റെ എല്ലാരും പാട്ടുകാരാണ്. ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലേ പാട്ടിന്റെ പരമായിട്ടുള്ള ഡിസ്കഷൻസ്? അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. അച്ഛൻ പിന്നെ അധികം ജോലി തിരക്കായതുകൊണ്ട് ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ ചില സമയത്ത് ആദ്യമൊക്കെ പാടുന്ന സമയത്ത് അച്ഛൻ ഭയങ്കര പാട്ടിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛൻ അന്നേരേ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ പാടുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്നേരം അച്ഛനായിരുന്നു ശരിക്കും ആദ്യത്തെ എന്റെ ഗ്രൂമർ. ജഡ്ജ്. അതെ. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അച്ഛൻ പറയുമ്പോൾ എനിക്ക് വേഗം സങ്കടം വരും. അന്നേരം എന്റെ സങ്കടം കാണുമ്പോൾ അമ്മക്ക് സങ്കടം. എന്നിട്ട് അച്ഛൻ ആദ്യം അമ്മ പറയും എന്തിനെങ്ങനെ ഇതാക്കുന്നത്. അമ്മക്ക് അന്നേരം ശരിക്കും ആ പാട്ടിന്റെ ഇതറിഞ്ഞൂടാ. പിന്നെ ടോപ്പ് സിംഗറിലേക്ക് വന്നതിന് ശേഷമാണ് അമ്മ എന്റെ കൂടെ ഉണ്ടായല്ലോ. 2 വർഷത്തോടെ നമുക്ക് അമ്മയും കൂടി ഇതായിപ്പോയി പാട്ടിന്റെ. അപ്പം നമുക്ക് മനസ്സിലായി എന്തിനായിരുന്നു അച്ഛൻ അന്ന് എന്നെ അത്ര സ്ട്രിക്റ്റ് ആക്കിയത്. നമുക്ക് അന്നേരം മനസ്സിലായി. ശരിയാ. നമുക്ക് സത്യം പറഞ്ഞ 1 മണിക്കൂറൊക്കെ പോയത് അറിഞ്ഞില്ല. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേട്ട് പാട്ടുകളും കേട്ട് നല്ലൊരു ഫൺ ടോക്ക് ആയിരുന്നു. അതുപോലെ തന്നെ ചേച്ചി ഞാൻ പറയണം വിചാരിച്ചത് നമുക്ക് ഇന്റർവ്യൂ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാ ഇന്റർവ്യൂ ചെയ്യാൻ. ആദ്യം ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്റർവ്യൂവർ അനുസരിച്ചിരിക്കില്ല നമ്മുടെ ഇന്ററാക്ഷൻസ്. അടിപൊളിയായിരുന്നു. കൂടെ നിന്നു സപ്പോർട്ട് ചെയ്തു. ഇനി എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഇനി ബാൻഡൊക്കെ ആയിട്ട് മുന്നോട്ട് വരിക. എന്താ പറയാ, ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ, ഒരുപാട് സ്റ്റേജ് ഷോസ് വരട്ടെ. എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ബോർഡ് എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്. ഇയാൾക്ക് അടുത്ത കൊല്ലത്ത് ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ അഡ്വാൻസ്ഡ് വിഷസ് പറയുന്നു. അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. കൈ കൊടുക്കാം.